ഒരാൾക്ക് സ്വപ്നങ്ങളുണ്ടെങ്കിലും പണമില്ലെങ്കിലോ, അയാൾക്ക് ആകെയുള്ളത് അന്തസ്സും ദൃഢനിശ്ചയവും ആയിരുന്നെങ്കിലോ. ഇന്നത്തെ കഥ അത്തരമൊരു ആൺകുട്ടിയെക്കുറിച്ചാണ്. ദരിദ്രനാണെന്ന് പറഞ്ഞ് പരിഹസിക്കപ്പെട്ട ഒരു ആൺകുട്ടി. പക്ഷേ വർഷങ്ങൾക്ക് ശേഷം തിരിച്ചുവന്നയാൾ പ്രതികാരം ചെയ്യാനല്ല, പ്രചോദനം നൽകാനാണ്. ഇത് വെറുമൊരു കഥയല്ല, എല്ലാ നിശബ്ദ പോരാളികൾക്കും നേരെയുള്ള ഒരു കണ്ണാടിയാണിത്. അവന്റെ പേര് അജിത്ത് എന്നായിരുന്നു. ശാന്തമായ ഒരു ഗ്രാമത്തിൽ നിന്നുള്ള ഒരു സാധാരണ മധ്യവർഗ കുട്ടി. അവന്റെ അച്ഛൻ ഒരു പ്രാദേശിക സൂപ്പർമാർക്കറ്റിൽ സഹായിയായി ജോലി ചെയ്തു. അവന്റെ അമ്മ ഒരു വീട്ടമ്മയായിരുന്നു. അവർക്ക് അധികം പണമില്ലായിരുന്നു, പക്ഷേ അജിത്തിന് അതിലും ശക്തമായ എന്തോ ഒന്നുണ്ടായിരുന്നു, ഒരു സ്വപ്നം. മികച്ച മാർക്ക് കാരണം അയാൾക്ക് ഒരു പ്രശസ്തമായ നഗര കോളേജിൽ പ്രവേശനം ലഭിച്ചു. ബ്രാൻഡഡ് വസ്ത്രങ്ങൾ ധരിച്ച് വിലകൂടിയ കാറുകൾ ഓടിക്കുന്ന സമ്പന്ന കുടുംബങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ നിറഞ്ഞ ഒരു സ്ഥലം. മങ്ങിയ ഷർട്ടും പൊയ്കിയ ഷൂസും ധരിച്ച് തന്റെ പഴയ ബൈക്കിൽ അജിത് ആ കോളേജിലേക്ക് നടന്നു. അവൻ ക്ലാസ് മുറിയിൽ പ്രവേശിച്ച നിമിഷം ചിരി തുടങ്ങി. ഹേയ്, അവൻ ഒരു പ്യൂണിന്റെ മകനാണോ? കോളേജ് അതിന്റെ നിലവാരം താഴ്ത്തിയോ? അവൻ ഇവിടെയാണോ? അജിത്ത് എല്ലാം കേട്ടു, പക്ഷേ മൗനം പാലിച്ചു. അവൻ ദുർബലനായതുകൊണ്ടല്ല, പക്ഷേ അവനറിയാമായിരുന്നതിനാൽ നിശബ്ദത കോപത്തേക്കാൾ ശക്തമാണ്. അവൻ ചിന്തിച്ചു, അവർ ഇപ്പോൾ ചിരിക്കുന്നു, പക്ഷേ ഒരു ദിവസം ലോകം കൈയടിക്കും. മറ്റുള്ളവർ പാർട്ടിയിൽ പങ്കെടുക്കുമ്പോൾ അവൻ പഠിച്ചു. അവർ സെൽഫി എടുക്കുമ്പോൾ അവൻ പാർട്ട് ടൈം ജോലികൾ ചെയ്തു. അവർക്ക് പണമുണ്ടായിരുന്നു, അവൻ വിശപ്പുണ്ടായിരുന്നു, ഭക്ഷണത്തിനുവേണ്ടിയല്ല, വളർച്ചയ്ക്കുവേണ്ടി. കോളേജ് കഫ്റ്റീരിയയിൽ ധനികരായ ആൺകുട്ടികളിൽ ഒരാൾ അവന്റെ നേരെ ഒരു കുറിപ്പ് എറിഞ്ഞു പറഞ്ഞു, പാവം, പോയി കഴിക്കാൻ എന്തെങ്കിലും വാങ്ങൂ. അജിത് പുഞ്ചിരിച്ചു, കുറിപ്പ് എടുത്തു, ഒന്നും പറഞ്ഞില്ല. ഒരു ദിവസം അവർ എനിക്കായി പ്രവർത്തിക്കും. ഞാൻ എന്നെപ്പോലെ നൂറുകണക്കിന് ആളുകൾക്ക് ഭക്ഷണം നൽകും. രാത്രികൾ കടന്നുപോയി, കണ്ണുനീർ മറഞ്ഞിരുന്നു, പക്ഷേ തീ ജീവനോടെ തുടർന്നു. ബിരുദാനന്തരം സഹപാഠികൾ കോണ്ടാക്റ്റുകൾ വഴി ജോലികൾ തേടുമ്പോൾ അജിത്ത് ഒരു വാടക മുറിയിൽ ഇരുന്നു സ്വന്തമായി ഒരു ചെറിയ കമ്പനി കെട്ടി. ആദ്യം ആരും അവനെ ശ്രദ്ധിച്ചില്ല. കുറച്ച് ക്ലയന്റുകൾ, കുറച്ച് പരാജയങ്ങൾ, പക്ഷേ ധാരാളം പഠനം. പതുക്കെ അവന്റെ കമ്പനി വളരാൻ തുടങ്ങി. 3 വർഷത്തിനുശേഷം അജിത്ത് ഇപ്പോൾ ദരിദ്രനായിരുന്നില്ല. 3 ഓഫീസുകളും 10 ജീവനക്കാരും വളർന്നുവരുന്ന ബഹുമാനവുമുള്ള ഒരു യുവ സംരംഭകനായിരുന്നു അദ്ദേഹം. ഒരു ദിവസം പത്രത്തിൽ അദ്ദേഹത്തിന്റെ പേര് പ്രത്യക്ഷപ്പെട്ടു. യങ് ബിസിനസ്സുകാരൻ ഓഫ് ദി ഇയർ, അജിത് MK. എന്താണെന്ന് ഊഹിക്കാമോ? ആ വർഷം അവന്റെ കോളേജ് ഒരു പൂർവ്വ വിദ്യാർത്ഥി സംഗമം ആസൂത്രണം ചെയ്തു. സമ്പന്നരായ എല്ലാ വിദ്യാർത്ഥികളും മടങ്ങുകയായിരുന്നു, അവരുടെ സ്യൂട്ടുകൾ, കഥകൾ, സ്റ്റാൻഡേർഡ് കാറുകൾ എന്നിവയുമായി. പക്ഷേ പിന്നീട് ഗേറ്റിൽ ഒരു കറുത്ത ബെൻസ് നിന്നു. തുടർന്നുണ്ടായ നിശബ്ദത ഏതൊരു കരഘോഷത്തേക്കാളും ഉച്ചത്തിലായിരുന്നു. പഴയ ഒരു ഭീഷണിപ്പെടുത്തൽക്കാരൻ മുന്നോട്ടുവന്ന് പറഞ്ഞു, ബ്രോ, ഞങ്ങൾ നിങ്ങളെക്കുറിച്ച് അഭിമാനിക്കുന്നു. അജിത്ത് പുഞ്ചിരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു, നീ പറഞ്ഞതെല്ലാം ഞാൻ ഓർക്കുന്നു. ഞാൻ ഇവിടെ ഉൾപ്പെട്ടിട്ടില്ല. ഈ സ്ഥലം സമ്പന്നർക്ക് മാത്രമുള്ളതാണെന്ന്. പക്ഷേ ഞാൻ തിരിച്ചുവന്നത് നിങ്ങളെ തെറ്റാണെന്ന് തെളിയിക്കാനല്ല, ഞാൻ തിരിച്ചുവന്നത് എന്നെത്തന്നെ ശരിയാണെന്ന് തെളിയിക്കാനാണ്. പണം വരുന്നു, പോകുന്നു. പക്ഷേ അന്തസ്, കഠിനാധ്വാനം, നിശബ്ദത, ആർക്കും തോൽപ്പിക്കാൻ കഴിയാത്ത ഒരു ശക്തി അവ സൃഷ്ടിക്കുന്നു. ബൈക്കിൽ വന്നതിന് നീ എന്നെ പരിഹസിച്ചു. ഇന്ന് ഞാൻ ബെൻസ് ഓടിക്കുന്നു. പൊങ്ങച്ചം കാണിക്കാനല്ല, എന്നെപ്പോലുള്ളവരെ ഓർമ്മിപ്പിക്കാൻ. സ്വപ്നങ്ങൾ നിങ്ങളുടെ പശ്ചാത്തലത്തെക്കുറിച്ച് ചോദിക്കുന്നില്ലെന്ന്. അന്ന് സെൽഫികളില്ല, തമാശകളില്ല, വെറും നിശബ്ദത, ബഹുമാനവും. അവൻ നടന്നുപോകുമ്പോൾ ആരോ മന്ത്രിച്ചു, അവൻ നമ്മളിൽ ഏറ്റവും ദരിദ്രനായിരുന്നു. ഇപ്പോൾ അവൻ ഏറ്റവും ധനികനാണ്. സമ്പത്തിന്റെ കാര്യത്തിൽ മാത്രമല്ല, മൂല്യങ്ങളുടെയും കാര്യത്തിൽ. ദരിദ്രനാണെന്ന് കരുതി ഒരാളെ ഒരിക്കലും കളിയാക്കരുത്. അവർക്ക് പണമില്ലായിരിക്കാം, പക്ഷേ അവർക്ക് അതിലും ശക്തമായ എന്തെങ്കിലും ഉണ്ടായിരിക്കാം. ഉയരാൻ ഒരു കാരണം.